എ, ബി, സി എന്നീ 3 സംഖ്യകളുടെ ശരാശരി 30. ബി, സി ഇവയുടെ ശരാശരി 31 എങ്കിൽ എ എത്ര? ഇവിടെ 3 സംഖ്യകൾ എ, ബി, സി ഇവയുടെ ശരാശരി 30 ആണെന്ന് നൽകിയിരിക്കുന്നു. കൂടാതെ ഇതിലെ തന്നെ ബിയുടെയും സിയുടെയും ശരാശരി 31 ആണ്. അങ്ങനെയെങ്കിൽ എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ 3 സംഖ്യകളുടെ ശരാശരി 30 ആണെങ്കിൽ ആ 3 സംഖ്യകളുടെ തുക കാണാൻ ശരാശരിയെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ ശരാശരി 30 ആണ്. 30നെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 3 സംഖ്യകളാണ്, അതുകൊണ്ട് എണ്ണം 3. 30നെ 3 കൊണ്ട് ഗുണിച്ചാൽ ഈ 3 സംഖ്യകളുടെ തുക കിട്ടും. 30 ഗുണം 3 90. അതായത് എ പ്ലസ് ബി പ്ലസ് സി സമം 90 ആണ്. ഇനി ഇതിൽ തന്നെ ബിയുടെയും സിയും ബി, സി ഇവയുടെ ശരാശരി 31 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബിയുടെയും സിയുടെയും ശരാശരി 31 ആണെങ്കിൽ ബിയുടെയും സിയുടെയും തുക കാണാൻ എന്ത് ചെയ്യണം? 31നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. കാരണം 2 സംഖ്യകളുടെ ശരാശരിയാണ് 31. 31നെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 62. അതായത് ബിയും സിയും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന തുക 62 ആണ്. അപ്പോൾ എ കിട്ടാൻ എന്ത് ചെയ്യണം? ഇവിടെ ബിയും സിയും കൂടെ കൂട്ടിയാൽ 62. അപ്പോൾ ഇവിടെ ബി പ്ലസ് സിക്ക് പകരം നമുക്ക് 62 കൊടുക്കാം. അതായത് എ പ്ലസ് ബി പ്ലസ് സിക്ക് പകരം 62. 62 ആണ് 90. അപ്പോൾ എ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 90ൽ നിന്ന് എയോടുകൂടി 62 കൂട്ടിയപ്പോഴാണ് 90 കിട്ടിയത്. 90ൽ നിന്ന് 62 കുറച്ചാൽ മതി. 90ൽ നിന്ന് 62 കുറച്ച് കഴിഞ്ഞാൽ 28 എന്ന് കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ 28. ശരിയുത്തരം ഓപ്ഷൻ ബി. ഹൗസ് എന്നത് GPSUB എന്ന് എഴുതാമെങ്കിൽ ലെമൺ എങ്ങനെ എഴുതാം? ഇവിടെ ഹൗസിനൊരു കോഡ് നൽകിയിട്ടുണ്ട്, GPSUB. അപ്പോൾ ഇതേ കോഡ് ഉപയോഗിച്ച് ലെമൺ എങ്ങനെ എഴുതാം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളാണ് ഈ കോഡുകളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് മാറ്റം വരുത്തിയിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് ആദ്യം അക്ഷരമാലയൊന്ന് എഴുതാം. ഇനി നോക്കുക, ഹൗസിന് നൽകിയിരിക്കുന്ന കോഡ്. ഹൗസിൻ്റെ കോഡ് GPSUB എന്നാണ്. അതായത് എച്ചിൻ്റെ സ്ഥാനത്ത് ജി വന്നു. എച്ചിന് തൊട്ട് പുറകിലുള്ള അക്ഷരം ജി വന്നു. ഒയുടെ സ്ഥാനത്ത് പി വന്നു. അപ്പോൾ ഒയ്ക്ക് ശേഷം വരുന്ന അടുത്ത അക്ഷരമാണ് പി. യുവിൻ്റെ സ്ഥാനത്ത് എസ് വന്നു. യുവിന് പുറകിൽ രണ്ടാമത്തെ അക്ഷരമാണ് എസ്. എസിൻ്റെ സ്ഥാനത്ത് യു വന്നു. എസിന് ഫ്രണ്ടിൽ രണ്ടാമത്തെ അക്ഷരമാണ് യു. ഇയുടെ സ്ഥാനത്ത് ബി വന്നു. ഇക്ക് പുറകിൽ മൂന്നാമത്തെ അക്ഷരമാണ് ബി. അപ്പോൾ ഇവിടെ വരുത്തിയിരിക്കുന്ന മാറ്റം നോക്കുക. ഒന്നാമത്തെ അക്ഷരത്തിന് ഒരക്ഷരം പുറകോട്ട് മാറ്റി. എച്ചിന് പുറകിലുള്ളതാണ് ജി വന്നത്. രണ്ടാമത്തെ അക്ഷരത്തിൽ വന്ന മാറ്റമോ ഒരക്ഷരം മുന്നോട്ട് മാറ്റി. മൂന്നാമത്തെ യു ആയിരുന്നു. യുവിൻ്റെ സ്ഥാനത്ത് എസ് വന്നു. അതായത് മൂന്നാമത്തെ അക്ഷരത്തിന് 2 അക്ഷരം പുറകോട്ട് മാറ്റി. നാലാമത്തെ അക്ഷരത്തിന് 2 അക്ഷരം മുന്നോട്ട് മാറ്റി. അഞ്ചാമത്തെ അക്ഷരത്തിന് 3 അക്ഷരം പുറകോട്ട് മാറ്റി. അപ്പോൾ ഈ രീതിയിലാണ്. അപ്പോൾ നമുക്ക് ലെമണിൻ്റെ കോഡ് എങ്ങനെ എഴുതാം? ആദ്യത്തെ അക്ഷരത്തിന് ഒരക്ഷരം പുറകോട്ട് മാറ്റണം. അപ്പോൾ എല്ലിൻ്റെ ഒരക്ഷരം പുറകോട്ട് മാറിയാൽ കെ വരും. രണ്ടാമത്തെ അക്ഷരത്തിന് ഒരക്ഷരം മുന്നോട്ട് പോകണം. അതായത് ഇയുടെ സ്ഥാനത്ത് എഫ് വരണം. മൂന്നാമത്തത് 2 അക്ഷരം പുറകോട്ട്. എമ്മിന്ന് 2 അക്ഷരം പുറകിൽ വന്നാൽ അതും കെയിൽ തന്നെയാണ് വരിക. ഇനി നാലാമത്തത് 2 അക്ഷരം മുന്നോട്ട്. അപ്പോൾ ക്യൂവിൽ വരണം. 5 3 അക്ഷരം പുറകോട്ട്. എന്നിൽ നിന്ന് 3 അക്ഷരം പുറകിൽ വന്നാൽ അവിടെയും കെയിൽ തന്നെ എത്തും. അപ്പോൾ KFKQK ഇതാണ് ലെമണിൻ്റെ കോഡ്. KFKQK. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം. ഇവിടെ നമുക്കൊരു സിമ്പിൾ നൽകിയിട്ടുണ്ട്. ഈ സിമ്പിൾ ഇത് ഗ്രീക്ക് അക്ഷരമാലയിലെ ഒരു അക്ഷരമാണ്. ഫൈ എന്നാണ് ഇത് വായിക്കുന്നത്. അപ്പോൾ ഫൈ എന്നത് വ്യവകലനം മീൻസ് സബ്ട്രാക്ഷനെയും ഡബിൾ ലൈൻ ആരോ എന്നത് സങ്കലനത്തെയും സൂചിപ്പിച്ചാൽ സങ്കലനം എന്നാൽ അഡീഷനാണ്. 25 ഡബിൾ ലൈൻ ആരോ 33 ഫൈ 90 ഫൈ 53
ഡബിൾ ലൈൻ ആരോ 21 എത്ര? അപ്പോൾ ഇതിൽ 5 എന്ന സിമ്പൽ വരുന്നിടത്ത് കുറയ്ക്കുകയാണ് വേണ്ടത്. അതായത് ന്യൂനത്തിന് പകരമാണ് ഇവിടെ 5 കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഡബിൾ ലൈൻ ആരോ കൊടുത്തിരിക്കുന്നത് സങ്കലനം, അതായത് അഡീഷനെ സൂചിപ്പിക്കാനാണ്. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് പ്ലസ് സൈൻ കൊടുക്കണം. നമുക്ക് യഥാർത്ഥ സിമ്പിൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് കൊടുത്ത് ഇതിനെ മാറ്റി എഴുതാം. അപ്പോൾ 25 ഡബിൾ ലൈൻ ആരോ നൽകിയിരിക്കുന്നത് സങ്കലനത്തെ സൂചിപ്പിക്കാനാണ്. നമുക്കവിടെ പ്ലസ് കൊടുക്കാം. 33 5 സൂചിപ്പിക്കുന്ന വ്യവകലനം ന്യൂനം കൊടുക്കണം. ന്യൂനം 90 ന്യൂനം 53 പ്ലസ് 21. അപ്പോൾ ഇനി വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ കൂട്ടേണ്ടതെല്ലാം കൂടെ കൂട്ടി കുറയ്ക്കേണ്ടത് ഒന്നിച്ച് കുറച്ചാൽ മതി. അപ്പോൾ 25 33 ഈ പ്ലസ് 21 കൂടെ കൂട്ടുക. അപ്പോൾ എത്ര വരും? 25 33 21 ഇതെല്ലാം കൂടെ കൂട്ടുക. 9 7 79 എന്ന് വരും. 79 ന്യൂനം നെഗറ്റീവ് സംഖ്യകൾ രണ്ടും കൂടെ കൂട്ടാം. 90 53 കൂടെ കൂട്ടിയെടുത്ത് ഒന്നിച്ച് നെഗറ്റീവ് കൊടുത്താൽ മതി. 143 എന്ന് വരും. അപ്പോൾ 79 നിന്ന് 143 കുറയ്ക്കണം. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് നെഗറ്റീവ് സിമ്പൽ കൊടുത്താൽ മതി. അപ്പോൾ 143 നിന്ന് 79 കുറയ്ക്കാം. 64. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതായതുകൊണ്ട് നെഗറ്റീവ് സിമ്പൽ കൊടുക്കണം. -64 വരും ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ ബി -64. ഒറ്റയാൻ ഏത്? ഇപ്പോൾ ഇവിടെ 4 എക്സ്പ്രഷൻസ് നൽകിയിട്ടുണ്ട്. ഇതിൽ വേറിട്ട് നിൽക്കുന്നതാണെന്ന് കണ്ടുപിടിക്കണം. 15/5 + 8 + 0. രണ്ടാമത്തത് നോക്കുക. 5 + 2 + 4. മൂന്നാമത്തത് 121/11 - 0. 4 2 × 11 - 0. അപ്പോൾ എല്ലാം നമ്പേഴ്സിൻ്റെ കളികളാണ്. നമുക്ക് ഇതിൻ്റെ എല്ലാം വാല്യൂസ് കണ്ടുപിടിക്കാം. 15നെ 5 കൊണ്ട് ഹരിച്ചാൽ 3. അപ്പോൾ 3 + 8 എന്ന് വരും. 0 നമുക്ക് ഒഴിവാക്കാം. 8 3 കൂടെ കൂട്ടിയാൽ 11. അപ്പോൾ ആദ്യത്തതിൻ്റെ വാല്യൂ 11 ആണ്. ഇവിടെ 5 2 7 4 കൂടെ കൂട്ടിയാൽ 11 ആയി. 121നെ 11 കൊണ്ട് ഹരിക്കണം. 11ൻ്റെ സ്ക്വയറാണ് 121. അപ്പോൾ 121നെ 11 കൊണ്ട് ഹരിച്ചാൽ അതും 11. അതിൽ നിന്ന് 0 കുറച്ചാൽ 11 തന്നെ, മാറ്റമൊന്നുമില്ല. 2 × 11 22. 22ൽ നിന്ന് 0 കുറച്ചാൽ 22 തന്നെ. അപ്പോൾ ഇത് 22 വരും. ഇപ്പോൾ വാല്യൂവിന് വ്യത്യാസം വരുന്നത് ഈ ഓപ്ഷൻ ഡിയിലാണ്. അതുകൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഓപ്ഷൻ ഡി ആണ്. നമുക്ക് ഒറ്റയാൻ വേറിട്ട് നിൽക്കുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി. എ ബി സി എന്നീ 3 ആളുകളുടെ വയസ്സുകളുടെ തുക 30. ബിയേക്കാൾ 5 വയസ്സ് മൂത്തതാണ് എ. ബിക്ക് സിയുടെ ഇരട്ടി പ്രായമുണ്ട്. എങ്കിൽ എയുടെ പ്രായം എത്ര? ഇവിടെ എ ബി സി ഇവരുടെ 3 പേരുടെയും വയസ്സുകളുടെ തുക 30 ആണ്. അത് നമുക്കൊരു ഇക്വേഷനായിട്ട് A + B + C = 30 എന്നെടുക്കാം. അതായത് എയുടെ വയസ്സ് എ എന്നും ബിയുടെ വയസ്സ് ബി എന്നും സിയുടെ വയസ്സ് സി എന്നും സൂചിപ്പിച്ചാൽ A + B + C വയസ്സുകളുടെ തുക അത് 30 ആണ്. ബിയേക്കാൾ 5 വയസ്സ് മൂത്തതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയുടെ പ്രായം എന്ന് പറയുന്നത് ബിയുടെ പ്രായത്തിനോടുകൂടി 5 കൂട്ടിയതാണ്. ഇനി ബിക്ക് സിയുടെ ഇരട്ടി പ്രായമുണ്ട്. അപ്പോൾ ബിയുടെ പ്രായം എന്നുള്ളത് സിയുടെ ഇരട്ടി, അത് 2C നമുക്ക് എടുക്കാം. സിയുടെ ഇരട്ടി. അപ്പോൾ ഇത്രയും ബന്ധങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതുപയോഗിച്ച് എയുടെ പ്രായം കണ്ടുപിടിക്കണം. ഇവിടെ ബി = 2C ആയതുകൊണ്ട് എ ഈ ബിക്ക് പകരം 2C കൊടുക്കുക. അപ്പോൾ 2C + 5 എന്ന് വരും. അപ്പോൾ ഇതിനകത്ത് എയ്ക്കും ബിക്കും പകരം നമുക്ക് ഈ എക്സ്പ്രഷൻസ് രണ്ടും കൊടുക്കാം. എയ്ക്ക് പകരം 2C + 5. അപ്പോൾ 2C + 5 പ്ലസ് ബിക്ക് പകരം 2C കൊടുത്തു പ്ലസ് സി = 30 എന്ന് വരും. അപ്പോൾ സി എല്ലാം കൂടെ കൂട്ടിയാലോ? ഇവിടെ 2C ഉണ്ട്, ഇവിടെയും 2C, 2C കൂടെ കൂട്ടിയാൽ 4C, അതിനോട് ഒരു സിയും കൂടെ വരും, 5C. 5C + 5 = 30 എന്നാവും. 5Cയോട് കൂടി 5 കൂട്ടിയതാണ് 30. അപ്പോൾ 5C എത്ര വരും? 30ൽ നിന്ന് 5 കുറയ്ക്കുക. 30 - 5 25 ആയി. അപ്പോൾ സിയോ 5C ആണ് 25. അപ്പോൾ സി കിട്ടാൻ 25നെ 5 കൊണ്ട് ഹരിക്കുക, അതായത് 5 എന്ന് വരും. അപ്പോൾ സി എന്നയാളുടെ പ്രായം 5 വയസ്സാണ്.
നമുക്ക് എയുടെ പ്രായമാണ് കാണേണ്ടത്. എ കിട്ടാനായിട്ട് നമുക്ക് സിയുമായിട്ട് ബന്ധിപ്പിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. എ സമം 2c + 5. അപ്പോൾ ഇവിടെ സിക്ക് പകരം 5 കൊടുത്താൽ മതി. അതായത് 2 × 5 + 5. 2 5 10, 10 5 15. അപ്പോൾ എയുടെ പ്രായം 15 വയസ്സാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 1, 0.1, 0.01, 0.001 ഡാഷ്. അപ്പോൾ ഈ സംഖ്യാശ്രേണിയിലെ അടുത്ത പദം കണ്ടുപിടിക്കണം. നോക്കുക, ഇതിലെ ആദ്യ പദം 1 ആണ്. ഈ ആദ്യ പദമായ 1നെ 10 കൊണ്ട് ഹരിച്ചതാണ് അടുത്ത പദമായ 0.1. രണ്ടാം പദമായ 0.1നെ 10 കൊണ്ട് ഹരിക്കുന്നതാണ് 0.01. 0.01നെ 10 കൊണ്ട് ഹരിച്ചതാണ് 0.001. ഓർക്കുക, 10 കൊണ്ട് ഹരിക്കാനായിട്ട് ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഡെസിമൽ പോയിന്റ് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പദം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന അവസാന പദമായ 0.01നെ 10 കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് ഒരു സ്ഥാനം കൂടി ഇടത്തോട്ട് ഡെസിമൽ പോയിന്റ് മാറ്റണം. അപ്പോൾ 0.0001 വരും. ഇവിടെ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് 2 പൂജ്യങ്ങളാണുള്ളത്. 10 കൊണ്ട് ഹരിക്കുമ്പോൾ 3 പൂജ്യമായി വരും. അപ്പോൾ 0.0001. ഇതാണ് ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഏറ്റവും ചെറുത് ഏത്? 12-ൽ 8, 19-ൽ 15, 10-ൽ 6, 34-ൽ 30. നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ നോക്കുക. ഈ 4 സംഖ്യകളിൽ ഏറ്റവും ചെറുത് ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകൾക്കെല്ലാം പൊതുവായൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ നോക്കുക, 12-ൽ 8, 8നേക്കാൾ 4 കൂടുതലാണ് 12. 19-ൽ 15-ലാണെങ്കിൽ 15നേക്കാൾ 4 കൂടുതലാണ് 19. 10-ൽ 6, 6നേക്കാൾ 4 കൂടുതലാണ് 10. ഇവിടെയും അംശമായ 30നേക്കാൾ 4 കൂടുതലാണ് ഛേദമായ 34. അതായത് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിലും അംശത്തേക്കാൾ 4 കൂടുതലാണ് ഛേദം. ഇങ്ങനെ അംശത്തേക്കാൾ ഒരു നിശ്ചിത സംഖ്യ കൂടുതലായി ഛേദം വരുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സംഖ്യകൾ അടങ്ങിയിരിക്കുന്ന ഭിന്നമായിരിക്കും. അപ്പോൾ ഇക്കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് ചെറിയ സംഖ്യകൾ അടങ്ങിയ 10-ൽ 6 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ സി, 10-ൽ 6. 30 സാധനങ്ങളുടെ മുടക്കുമുതൽ X സാധനങ്ങളുടെ വിൽപ്പന വിലയ്ക്ക് തുല്യമാണ്. 25% ലാഭം കിട്ടുന്നുവെങ്കിൽ X എത്ര? ഇവിടെ 30 സാധനങ്ങളുടെ മുടക്കുമുതൽ X സാധനങ്ങളുടെ വിൽപ്പന വിലയ്ക്ക് തുല്യമാണെന്ന് നൽകിയിട്ടുണ്ട്. 25% ലാഭമാണ് കിട്ടുന്നതെങ്കിൽ X എത്രയെന്ന് കണ്ടുപിടിക്കണം. നമുക്കൊരു ഉദാഹരണം എടുത്ത് ചെയ്യാം. അപ്പോൾ ഒരു സാധനത്തിൻ്റെ മുടക്കുമുതൽ ഇത്ര രൂപ നമ്മൾ സങ്കല്പിക്കുന്നു. അപ്പോൾ ആ തുക എടുക്കുന്നപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 25% ലാഭം കിട്ടുന്നുണ്ട്. നമ്മൾ മുടക്കുമുതലായി എടുക്കുന്ന സംഖ്യയുടെ 25% പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കണം. 25% എന്ന് പറഞ്ഞാൽ 4-ൽ 1 ഭാഗമാണ്. അവർക്ക് 25% എന്നുള്ളത് 4-ൽ 1 ഭാഗമാണ്. അതുകൊണ്ട് 4-ൽ 1 ഭാഗം കാണാൻ പറ്റുന്ന, അല്ലെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ വേണം നമ്മൾ മുടക്കുമുതലായിട്ട് എടുക്കാൻ. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ മുടക്കുമുതലായിട്ട് എടുക്കുക. നമുക്ക് ഒരെണ്ണത്തിൻ്റെ മുടക്കുമുതൽ 8 രൂപ എന്ന് കരുതാം. 8 രൂപ ഇത് മുടക്കുമുതലാണ്. ഒരെണ്ണത്തിന് 8 രൂപ ചിലവാകും. അങ്ങനെയെങ്കിൽ 30 എണ്ണത്തിൻ്റെ മുടക്കുമുതൽ എത്ര വരും? 30 × 8, 3 8 24, 240 രൂപ ആകും. 240 രൂപ. ഈ 8 രൂപ എടുക്കാനുള്ള കാര്യം പറഞ്ഞു. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയായിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏത് സംഖ്യ വേണേലും എടുക്കാം. ഇനി 30 എണ്ണത്തിൻ്റെ മുടക്കുമുതലും X സാധനങ്ങളുടെ വിൽപ്പന വിലയും തുല്യമാണെന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ X എണ്ണത്തിൻ്റെ വിൽപ്പന വില ഈ 240നോട് തുല്യമായിരിക്കുമല്ലോ. വിൽപ്പന വില X എണ്ണം വിൽക്കുന്നത് എത്ര രൂപയ്ക്കായിരിക്കും? 240 രൂപയ്ക്കായിരിക്കും. X എണ്ണം 240 രൂപയ്ക്ക് വിൽക്കുമെങ്കിൽ ഒരെണ്ണം എത്ര രൂപയ്ക്കായിരിക്കും വിൽക്കുക? അത് കിട്ടാനായിട്ട് 240നെ X കൊണ്ട് ഹരിച്ചാൽ മതി. 240/X രൂപയ്ക്കാണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വിൽപ്പന വില 240/X രൂപയായിരിക്കും. ഇനി ഓർക്കുക, ഒരെണ്ണത്തിൻ്റെ മുടക്കുമുതൽ 8 രൂപ എന്നാണ് നമ്മളെടുത്ത്. അതിന് 25% ലാഭം കിട്ടുന്നുണ്ട്. 25% ലാഭം കിട്ടുക എന്ന് പറഞ്ഞാൽ 4-ൽ 1 ഭാഗം ലാഭം കിട്ടുന്നു. 4-ൽ 1 ഭാഗം
8ൻ്റെ 4 ഭാഗം എത്രയാണ്? 2 അതായത് 8 രൂപയുടെ ഒരു സാധനത്തിന് 2 രൂപ ലാഭം കിട്ടും. അപ്പോൾ 8 അധികം 2 10 രൂപയ്ക്ക് വേണം ആ സാധനം വിൽക്കാൻ. 8 രൂപ മുടക്കുമ്പോൾ 2 രൂപ ലാഭം കിട്ടണമെങ്കിൽ 10 രൂപയ്ക്ക് ആ സാധനം വിൽക്കണം. അപ്പോൾ ഒരു സാധനത്തിൻ്റെ വിൽപ്പന വില 10 രൂപയാണ്. ഇവിടെ നമുക്ക് കിട്ടിയത് ഒരെണ്ണത്തിൻ്റെ വിൽപ്പന വില 240/x എന്നാണ്. അപ്പോൾ 240/x എന്നുള്ളത് 10ന് തുല്യമാണ്. ഇവിടെ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിക്കാൻ എക്സിനെ ഇങ്ങോട്ടും കൊണ്ടുവരിക, 10നെ ഇങ്ങോട്ടും കൊണ്ടുവരിക. അപ്പോൾ എക്സ് സമം 240/10 എന്ന് വരും. പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. അതായത് 24 രൂപ. 24. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 24 ശരി ഉത്തരം ഓപ്ഷൻ ബി. ഒരു ട്രെയിൻ 20 കിലോമീറ്റർ 10 മിനിറ്റിൽ സഞ്ചരിക്കും. ഈ ട്രെയിനിന് ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ 5 സെക്കൻഡ് മതി. എങ്കിൽ ട്രെയിനിൻ്റെ നീളം എത്ര? ഇവിടെ ഒരു ട്രെയിൻ 10 മിനിറ്റ് കൊണ്ട് 20 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ ഈ ട്രെയിനിന് ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ 5 സെക്കൻഡ് സമയം മതിയെങ്കിൽ ട്രെയിനിൻ്റെ നീളം കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ട്രെയിനിൻ്റെ വേഗത കണ്ടുപിടിക്കാം. ഇവിടെ നോക്കുക, 10 മിനിറ്റിൽ 20 കിലോമീറ്ററാണ് ട്രെയിൻ സഞ്ചരിക്കുക. 10 മിനിറ്റ് 20 കിലോമീറ്റർ ആണെങ്കിൽ 60 മിനിറ്റിൽ 60 മിനിറ്റ് ആണല്ലോ ഒരു മണിക്കൂർ. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 60 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? 10ൻ്റെ 6 ഇരട്ടിയാണ് 60. അപ്പോൾ 20ൻ്റെ 6 ഇരട്ടി 120 കിലോമീറ്റർ സഞ്ചരിക്കും. അതായത് ഈ ട്രെയിനിൻ്റെ വേഗത 120 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. 120 കിലോമീറ്റർ പെർ മണിക്കൂർ. നമുക്കിതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് കിലോമീറ്റർ പെർ മണിക്കൂറിൽ തന്നിരിക്കുന്ന അളവിനെ 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 120 ഗുണം 18/5 എന്ന് വരും. ഇവിടെ 120നെയും 18നെയും 6 കൊണ്ട് ഹരിക്കാം. 18നെ 6 കൊണ്ട് ഹരിച്ചാൽ 3, 12നെ 6 കൊണ്ട് ഹരിച്ചാൽ 2. അപ്പോൾ 120നെ 6 കൊണ്ട് ഹരിച്ചാൽ 20 വരും. 20 ഗുണം 5 100. അപ്പോൾ 100/3 മീറ്റർ പെർ സെക്കൻഡാണ് ട്രെയിനിൻ്റെ വേഗത. ഒരു സെക്കൻഡിൽ ഈ ട്രെയിൻ 100/3 മീറ്റർ സഞ്ചരിക്കും. ഇനി ട്രെയിനിന് ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ 5 സെക്കൻഡ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രെയിൻ ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ ട്രെയിനിൻ്റെ നീളത്തിൻ്റെ അത്രയും ദൂരം സഞ്ചരിക്കണം. അപ്പോൾ ട്രെയിനിൻ്റെ നീളം കണ്ടുപിടിക്കാനായിട്ട് ഈ 5 സെക്കൻഡ് കൊണ്ട് ട്രെയിൻ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഒരു സെക്കൻഡിൽ ട്രെയിൻ 100/3 മീറ്ററാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 5 സെക്കൻഡിൽ ട്രെയിൻ സഞ്ചരിച്ച ദൂരം എന്താണ്? 5 ഗുണം 100/3, അതായത് 500/3 മീറ്റർ ദൂരം ട്രെയിൻ സഞ്ചരിക്കും. അതായത് ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് 500/3 മീറ്ററാണ്. 5 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം 500/3 മീറ്റർ. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും ഇതേ രീതിയിലല്ല. നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ വാല്യൂസ് ഒക്കെ നോക്കാം. ആദ്യത്തെ നോക്കുക, റൂട്ട് ഓഫ് 10⁴ മീറ്റർ. അപ്പോൾ 10⁴ റൂട്ട് കാണണമെങ്കിൽ ഇതിൻ്റെ ഈ പവർ പകുതിയാക്കിയാൽ മതി. അപ്പോൾ 4ൻ്റെ പകുതി 2, 10² എന്ന് വരും. 10² എത്രയാണ്? 10ൻ്റെ സ്ക്വയർ, 10ൻ്റെ വർഗ്ഗം 100, അതായത് 100 മീറ്റർ. ഇവിടെ 2² ഗുണം 10⁴ അതിൻ്റെ റൂട്ടാണ് വേണ്ടത്. അപ്പോൾ 2² റൂട്ട് കാണാൻ പവർ 2ൻ്റെ പകുതി എടുക്കാതെ 1, 2⁻1 ഗുണം ഇവിടെ 10² എന്ന് വരും. 2⁻2ൻ്റെ ഈ പവറിൻ്റെ പകുതിയാക്കി അതൊന്നായി. ഇവിടുത്തെ പവറിൻ്റെ പകുതി എടുത്തപ്പോൾ 2. 2 ഗുണം 10ൻ്റെ സ്ക്വയർ 100, അതായത് 200 മീറ്റർ. അടുത്തോ റൂട്ട് ഓഫ് 3² ഗുണം 10⁴ മീറ്റർ. 3² റൂട്ട് എടുത്താൽ 3 എന്ന് കിട്ടും. 3⁻1 3, 10⁴ റൂട്ട് എടുത്താൽ 10². അപ്പോൾ 3 ഗുണം 100 എന്ന് വരും, അതായത് 300 മീറ്ററാണിത്. ഇതോ റൂട്ട് ഓഫ് 4² ഗുണം 10⁴ മീറ്റർ. റൂട്ട് എടുക്കുമ്പോൾ 4² റൂട്ട് എടുത്താൽ 4⁻1 ഗുണം 10². 4⁻1 4, 10² 100, അതായത് 400 മീറ്റർ. അപ്പോൾ തന്നിരിക്കുന്ന അളവ് 100 മീറ്റർ, 200 മീറ്റർ, 300 മീറ്റർ, 400 മീറ്ററാണ്. പക്ഷെ നമുക്ക് കിട്ടിയത് 500/3 മീറ്ററാണ് ട്രെയിനിൻ്റെ നീളം. എക്സിൻ്റെ വില എന്ത്? 28.001 അധികം 0.01 അധികം 15.0007 ന്യൂനം 9.01 അധികം എക്സ് സമം 45.0227. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ദശാംശ സംഖ്യകളാണ്.
നമുക്കിതിലെ ആദ്യത്തെ 3 ദശാംശ സംഖ്യകൾ കൂട്ടാനുള്ളത് കൂട്ടിയെടുക്കാം. ദശാംശ സംഖ്യകൾ കൂട്ടാനായിട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, അവയുടെ ഡെസിമൽ പോയിൻ്റ് ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വേണം എഴുതാൻ. കൂട്ടുന്നു. 43.0117 എന്ന് വരും. ഇനി ഇതിൽ നിന്നും നമുക്ക് കുറയ്ക്കേണ്ട 9.01 കുറയ്ക്കാം. കുറയ്ക്കുമ്പോഴും ഡെസിമൽ പോയിൻ്റ് ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ എഴുതുന്നു. (34.0017) കിട്ടും. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ വാല്യൂ ആണ് 34.0017. അപ്പോൾ 34.0017 അധികം എക്സ് സമം 45.0227 എന്ന് വരും. അപ്പോൾ എക്സ് കിട്ടാൻ എന്ത് ചെയ്യണം? 45.0227 നിന്നും 34.0017 കുറയ്ക്കുക. അതായത് 11.021 വരും. ഈ അവസാന 0 നമുക്ക് ഒഴിവാക്കാം. ഉത്തരം 11.021. ശരി ഉത്തരം ഓപ്ഷൻ സി.